Hi students, welcome back to our science class. Today we will study the 10th chapter of Standard 6 Science, that is motion and measurement of distance. Okay, motion and measurement of distance. Okay, so let us study in detail. This is your chapter 10, motion and measurement of distance. Okay. And what is distance? Distance എന്ന് പറഞ്ഞാൽ എന്താ? Have you heard about distance? The length of the space between two points is called distance. Distance എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു സ്പേസ് അല്ലേ, ആ ഒരു സ്പേസിൻ്റെ നീളം, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ ലെങ്ത് ഓഫ് ദ സ്പേസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഇൻ അതർ വേർഡ്സ്, ഹൗ ഫാർ എ പ്ലേസ് ഓർ തിങ് ഈസ് ഫ്രം എ പോയിൻറ്റ് ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ്. അതായത് ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സാധനം ഇത് എത്ര ദൂരെയാണ്, ഒരു പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു ദൂരത്തിന്, ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്പേസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഓക്കെ. ആൻഡ് different modes of transport are used to go from one place to another. നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേന് അത് കണക്ട് ചെയ്തിരിക്കുന്ന മെയിനായിട്ട് ട്രാൻസ്പോർട്ടുമായിട്ടാണ് അല്ലേ. There are different modes of transport are used to go from one place to another. These are the different modes of transport. Okay. And measurement. What is measurement? To find out size, amount or degree of something by comparing it with a standard is called measure. The action of measuring is known as measurement. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ മെഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ദ എമൗണ്ട് ഓർ ഡിഗ്രി ഓഫ് സംതിങ് ബൈ കമ്പയറിങ് ഇറ്റ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു വസ്തു, രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുക, അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട്, ഇതിനെയെല്ലാം നമ്മൾ എന്തെന്ന് പറയാം? മെഷർ എന്ന് പറയാം അല്ലേ. ദ ആക്ഷൻ ഓഫ് മെഷറിങ് ഈസ് കോൾഡ് മെഷർമെൻറ്റ്. ഇൻ ഏൻഷ്യൻ്റ് ടൈംസ് പീപ്പിൾ യൂസ്ഡ് ലെങ്ത് ഓഫ് എ ഫുട്ട്. ഓക്കെ. ഏൻഷ്യൻ്റ് ടൈംസ് പീപ്പിൾ യൂസ്ഡ് length of a foot, the width of a finger and the distance of a step as units of measurement. അതായത് മെഷർമെൻറ്റ് അളക്കാനായിട്ട് ഏൻഷ്യൻ ടൈമിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ് ലെങ്ത് ഓഫ് എ ഫൂട്ട്. നമ്മളൊരു കാലടി എന്നൊക്കെ പറയത്തില്ലേ, ലെങ്ത് ഓഫ് എ ഫൂട്ട്. അതുപോലെ തന്നെയാണ് വിഡ്ത്ത് ഓഫ് എ ഫിംഗർ, ഒരു വിരലിൻ്റെ വിഡ്ത്ത്, ഒരു വിരലിൻ്റെ വീതി, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദിസ് caused confusion and a need to develop a uniform system of measurement. അങ്ങനെയാണ് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതിനാണ് നമ്മൾ യൂണിഫോം സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ് കൊണ്ടുവന്നത്. ഓക്കെ. For sake of uniformity, scientists from all over the world have accepted a set of standard units of measurement. The system of units now used is known as International System of Units. അതായത് എല്ലാ രാജ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മെഷർമെൻറ്റിനെല്ലാം ഓരോ യൂണിറ്റ്സ് കൊണ്ടുവന്നു. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, ഓർ SI യൂണിറ്റ്സ്. ഓക്കെ. ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് or SI unit. SI units. Okay. The unit of any physical quantity
which is acceptable to all of the people as a basic unit is called a standard unit. Okay, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തെ ആൾക്കാർ അംഗീകരിച്ചിട്ടുള്ള ആ ഒരു യൂണിറ്റിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ബേസിക് യൂണിറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് കോൾഡ് മീറ്റർ. അതായത് ലെങ്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? SI യൂണിറ്റ്, ലെങ്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഓരോന്നിനും ഇങ്ങനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്. ബിസൈഡ്സ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് വി ഓൾസോ യൂസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മാസ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മാസ്, മാസിൻ്റെ SI യൂണിറ്റാണ് കിലോഗ്രാം. ഓക്കെ, kg. The SI unit of mass is kilogram and SI unit of length is meter. Okay. അതുപോലെ തന്നെയാണ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ടൈം. ടൈമിൻ്റെ SI യൂണിറ്റ് ആണ് സെക്കൻഡ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. ടൈമിൻ്റെ SI യൂണിറ്റ് ആണ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഇങ്ങനെ എല്ലാ രാജ്യത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SI യൂണിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ, SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം ആൻഡ് SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. ഓക്കെ, and besides meter we also use the multiple and sub-multiples of the basic unit for measuring length. For example, a centimeter is also a unit of length. അതായത് മീറ്ററിൻ്റെ SI നമ്മൾ പറഞ്ഞു ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. അത് കൂടാതെ നമ്മൾ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. സെൻറ്റിമീറ്റർ ഈസ് ഓൾസോ എ യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത് അളക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യുന്നത്. It is a fraction of meter, 1/100 of a meter. In other words, centimeter is said to be a sub-multiple of basic unit meter. അതായത് ബേസിക് യൂണിറ്റ് മീറ്ററിൻ്റെ ഒരു സബ് മൾട്ടിപ്പിൾ ആണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി എ കിലോമീറ്റർ വിച്ച് ഈസ് 1000 times that of meter is multiple of basic unit length. Multiple and sub-multiple of basic units of length, mass and time are given in the board. The length, multiple and basic, multiple and sub-multiple and basic units of length are given in the board. So look at the board. So there is 1 kilometer. 1 kilometer is equal to 1000 meter. 1 kilometer എന്ന് പറഞ്ഞാൽ 1 kilometer is equal to 1000 meter. Okay. And 1 meter is equal to 100 centimeter. 1 meter എന്ന് പറഞ്ഞാൽ 100 centimeter ആണ്. ഇവിടെ 1 ഉണ്ട്. 1 kilometer. 1 meter is equal to 100 centimeter. And 1 centimeter is equal to 10 millimeter. Okay, it is denoted by mm. Once again, 1 kilometer. 1 kilometer is equal to 1000 meter. Okay,
1 kilometer is equal to 1000 meter. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കണം. 1 kilometer is equal to 1000 meter and 1 meter is equal to 100 centimeter and 1 centimeter is equal to 10 millimeters. Okay. Next is motion. What is motion? The object which changes position with a time with reference to any object is said to be motion. Motion എന്ന് പറഞ്ഞാൽ the object which changes position with the time. അതായത് ടൈമിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ടൈം വിത്ത് റെഫറൻസ് ടു എനി ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി മോഷൻ. The object which does not change its position with time is said to be at rest. അതായത് ടൈമിനനുസരിച്ച് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റിലാണ് കേട്ടോ. The object which does not change its position with time is said to be at rest. And next is linear motion. What is linear motion? During linear motion, the object changes its position along a straight line. അതായത് ലീനിയർ മോഷനിൽ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ, ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് curvilinear motion. What is curvilinear motion? During curvilinear motion, object changes its position along a curved path. അതായത് ഒരു കർവ്ഡ് പാത്തിനനുസരിച്ച് ഒബ്ജക്ട്സ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ കർവിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സർക്കുലർ മോഷൻ. എ മോഷൻ വിച്ച് ടേക്സ് പ്ലേസ് along a curved path is called circular motion. ഓക്കെ, സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലറായിട്ട് സർക്കിളായിട്ട് ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന്. ഇഫ് ആൻ ഒബ്ജക്റ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് മോഷൻ ആഫ്റ്റർ എ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേന് റിപ്പീറ്റായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, മൂവ്മെൻറ്റ് ഓഫ് പെൻഡുലം. പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? പെൻഡുലത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പീരിയോഡിക് മോഷനാണ്. അതുപോലെ തന്നെയാണ് ഹാർട്ട് ബീറ്റ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പീരിയോഡിക് മോഷന് എക്സാമ്പിളാണ്. വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ? ദ ഒബ്ജക്റ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് മോഷൻ ആഫ്റ്റർ എ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിന് അകം ഇതിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് പെൻഡുലം ആൻഡ് ഹാർട്ട് ബീറ്റ് ആർ ദ എക്സാമ്പിൾസ് ഫോർ പീരിയോഡിക് മോഷൻ. നെക്സ്റ്റ് ഈസ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അബൌട്ട് എ പോയിന്റ് ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. എക്സാമ്പിൾ, സ്വിംഗ് പെൻഡുലം ഓഫ് എ ക്ലോക്ക്. അതായത് ക്ലോക്കിൻ്റെ പെൻഡുലം മൂവ് ചെയ്യുന്നത്, ആ ഒരു മോഷൻ എന്ന് പറയുന്നത് ഇതിനകത്തും പെടുത്താം, ഓസിലേറ്ററി മോഷനകത്തും പെടുത്താം. നെക്സ്റ്റ് ഈസ് റെക്റ്റിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ ബോഡി മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, the motion is described by the body is called rectilinear motion. Example, car moving on a straight line. Rectilinear motion എന്ന് പറഞ്ഞാൽ when a body moves along a straight line, straight ലൈനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡി, അതിൻ്റെ മോഷനെ നമുക്ക് റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയാം. എക്സാമ്പിളാണ് കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാറ്, ഇതെന്തിന് എക്സാമ്പിളാണ്? റെക്റ്റിലീനിയർ മോഷന് എക്സാമ്പിളാണ്. അതുപോലെ നെക്സ്റ്റ് ടൈപ്പാണ് കർവിലീനിയർ മോഷൻ. കർവിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എ മോഷൻ ഇൻ വിച്ച് എ ബോഡി മൂവ്സ് അലോങ് എ കർവ്ഡ് ലൈൻ.
the motion described by the body is called curvilinear motion. അതായത് ഒരു കർവ്ഡ് ലൈനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മോഷനാണ് നമ്മൾ curvilinear motion എന്ന് പറയുന്നത്. ഓക്കെ, so a motion in which a body moves along a curved line, the motion described by the body is called curvilinear motion. Okay. The motion of a ball on the ground shows combination of different types of motion. The ball rotates as well as move forward on the ground. Thus, rolling ball shows rectilinear motion as well as rotational motion. അതായത് റോളിംഗ് ബോൾ, ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ, അതിൻ്റെ മോഷൻ ഏതാണ്? റെക്റ്റിലീനിയർ മോഷൻ ഓർ റൊട്ടേഷണൽ മോഷൻ ആണ്. ഓക്കെ, റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സിക്സാക് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എനി ഡയറക്ഷൻ ഈസ് കോൾഡ് റാൻഡം മോഷൻ. എക്സാമ്പിളാണ് മോഷൻ ഓഫ് ആൻസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ എയർ. ഇതെല്ലാം റാൻഡം മോഷന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസ്ലേറ്ററി മോഷൻ. ട്രാൻസ്ലേറ്ററി മോഷനെ രണ്ടായിട്ട്, ഇറ്റ് ഈസ് ഓഫ് ടു കൈൻഡ്സ്. അതാണ് റെക്റ്റിലീനിയർ മോഷനും കർവിലീനിയർ മോഷനും. അപ്പോൾ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The motion in which all particles of a body move through the same distance in same time is called translatory motion. Translatory motion is the motion in which all particles of a body move through the same distance. അതായത് സെയിം ഡിസ്റ്റൻസ് സെയിം ടൈമിൽ മൂവ് ചെയ്യുന്ന മോഷനാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്ലേറ്ററി മോഷൻ. ട്രാൻസ്ലേറ്ററി മോഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, curvilinear and rectilinear. Okay, this is your chapter 10. You study well. We will meet in the next class. Thank you.